ഞാനിപ്പോൾ തിയേറ്ററിൽ നിന്നും വരികയാണ്. സന്ധ്യ ബിജു എന്ന 41 വയസ്സുള്ള യുവതിയെ ഇന്ന് രാവിലെ 5:16 ഇവിടെ എത്തിച്ചത്. ആ സമയം തൊട്ട് നമ്മുടെ ഡോക്ടർമാരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനൊരു ആക്സിഡൻറ്റ് നടന്നു, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വ്യക്തിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ടീം ഓഫ് ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയമായിരുന്നുവെങ്കിലും കൃത്യമായിട്ട് ഉടൻ തന്നെ അതിനു വേണ്ടുന്നതായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതുപോലുള്ള ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു പോളിട്രോമ, അതായത് ഒരു വ്യക്തിക്ക് ഹെഡ് ടു ഫുഡായിട്ടുള്ള എന്തെല്ലാം ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, എന്തെല്ലാം മുറിവുകളുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ വ്യക്തമായിട്ടുള്ളൊരു രൂപീകരണം കിട്ടുന്നതിന് വേണ്ടി പോളിട്രോമ ആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറയും. പോളിട്രോമ ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഹെഡ് ടു ഫുഡ് നമ്മൾ സ്കാൻ ചെയ്യും. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ കണ്ടത് ഹെഡ് ഇഞ്ചുറി ഇല്ല, നെഞ്ചിനോ അല്ലെങ്കിൽ തൊറാസിക് ക്യാവിറ്റിയിൽ ഇഞ്ചുറി ഒന്നുമില്ല, അബ്ഡോമിനൽ ഇഞ്ചുറി ഒന്നുമില്ല. പക്ഷേ ഉണ്ടായ ഇഞ്ചുറി, ഗുരുതരമായ ഇഞ്ചുറി മുഴുവനും 2 കാലിനുമാണ്. അതിൽ വലത്തെ കാലിൻ്റെ ഇഞ്ചുറി മസിൽ മുഴുവനും ക്രഷ് ചെയ്തിരിക്കുകയാണ്. മസിൽ ക്രഷ് ചെയ്ത് ഏതാണ്ടെല്ലാം ചതഞ്ഞറിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഭാഗ്യവശാൽ ആ വലത്തെ കാലിലെ ഞരമ്പുകൾക്ക് കേടില്ലാത്തതുകൊണ്ട് രക്തഓട്ടമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇടത് കാലിൻ്റെ ആണ് ഗുരുതരമായിട്ടുള്ള പരുക്കുള്ളത്. ഗുരുതരമായ പരുക്കെന്ന് പറയുമ്പോഴത്തേക്കും ഇടത് കാലിൻ്റെ മുട്ടിന് താഴെയുള്ള 2 എല്ലുകളും വിവിധ ഭാഗങ്ങളിൽ ചതഞ്ഞറിഞ്ഞു പോയിരിക്കുകയാണ്. ഒപ്പം താഴേക്കുള്ള രക്തക്കുഴലും മുറിഞ്ഞിട്ടുണ്ട്. രക്തക്കുഴലിന് ഗുരുതരമായിട്ടുള്ള ചതവ് സംഭവിച്ചതുകൊണ്ട് താഴേക്കുള്ള രക്തഓട്ടം നിലച്ചിരിക്കുകയാണ്. അത് ശരിയാക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ആദ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഓർത്തോ ഈ എല്ല് ചതഞ്ഞറിഞ്ഞതും ഒക്കെ ശരിയാക്കുന്നുണ്ട്. നമ്മുടെ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ്, ഓർത്തോ സർജൻ, പ്ലാസ്റ്റിക് സർജൻ, ജനറൽ സർജൻ, അനസ്തറ്റിസ്റ്റിൻ്റെ ഒരു ടീം, 4-5 ഡോക്ടേഴ്സ് അവർ രാവിലെ ഒരു 6 മണി തൊട്ട് തിയേറ്ററിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ആ കാല് സേവ് ചെയ്യുന്നതിന് വേണ്ടുന്നതായിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം എന്ന് പറഞ്ഞാൽ താഴത്തേക്കുള്ള രക്തഓട്ടം നിലച്ചിരിക്കുന്നതുകൊണ്ടും ഈ മസിലുകൾ മുഴുവൻ ചതഞ്ഞറിഞ്ഞിരിക്കുന്നതുകൊണ്ടും ആ രക്തഓട്ടം ശരിയാക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അത് ശരിയാകുകയാണെങ്കിൽ പിന്നെ ബാക്കി ഈ നമ്മുടെ ചതഞ്ഞറിഞ്ഞ ഈ ബോണിൻ്റെ പോർഷൻസ് എല്ലാം ശരിയാകും. പക്ഷേ ഇത് ശരിയാകാൻ സാധിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആ ലിംബ് തന്നെ നഷ്ടപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കുവാൻ വേണ്ടി മാക്സിമം ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. കാരണം ഇങ്ങനെ ശ്രമം നടത്തുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ആ ലിംബ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വേറെ എന്തെങ്കിലും അവയവങ്ങൾക്കൊക്കെ ഡാമേജൊക്കെ സംഭവിക്കാം, കിഡ്നിക്കോ ലിവറിനോ ഒക്കെ. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ ടീം ഓഫ് ഡോക്ടേഴ്സ് അവർ വളരെ ശ്രദ്ധാലുക്കളായിട്ട് അവർ തിയേറ്ററിലുണ്ട്. നമുക്ക് ഒരു ശുഭപ്രതീക്ഷയോടുകൂടി നിൽക്കാം. ആ ലിംബ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ മാക്സിമം ശ്രമിക്കും. അത് പറയാൻ സാധിക്കില്ല, മണിക്കൂറുകളോളം നീണ്ടു നിൽക്കാം. കാരണം ഇത് പല ഘട്ടങ്ങളായിട്ടേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ പറഞ്ഞതുപോലെ രക്തക്കൊഴലുകൾ ശരിയാക്കുക എന്നുള്ള, രക്തഓട്ടം ശരിയാക്കുക എന്നുള്ള ആദ്യത്തെ കാര്യം. അതിനുശേഷമാണ് ബോണൊക്കെ ശരിയാക്കുക, പിന്നീടാണ് മസിൽ ശരിയാക്കുക. അപ്പോൾ ഇത് എല്ലാം കൂടി ഈ ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ടെങ്കിലും എല്ലാം ഒരേ സമയം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അവരെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കും, സാധിക്കുന്നിടത്തോളം അവർ ശരിയാക്കും. പിന്നെ ഇതുകൂടാതെ വലത് കാലിന് ഈ മസിലെല്ലാം ഇങ്ങനെ ഈ ചതഞ്ഞറിഞ്ഞുകൊണ്ട് അതിനും ഒരു ഫേഷ്യോട്ടമി വേണ്ടി വരും. പക്ഷേ അതൊരു ഗുരുതരമായിട്ടുള്ള കാര്യമല്ല. ഇടതുകാലിൻ്റെ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയാൽ വലതുകാലിലേക്ക് വീണ്ടും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അപ്പോൾ ഇതുവരെ ബാധിച്ചിട്ടില്ല. അത് ബാധിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ രാത്രി 9:30 കൂടിയാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ഇവിടെ എത്തുന്നതും രോഗിക്കൊരു ചികിത്സ തുടങ്ങുന്നതും 5:30 ശേഷമാണ്. അപ്പോൾ ഈ 9 മണിക്കൂർ എന്ന് പറയുന്നത് വലിയൊരു ഗുരുതരമായിട്ടുള്ള സമയമാണ്. കാരണം ഈ ആക്സിഡൻറ്റ് ഉണ്ടായ സമയം തൊട്ട് തന്നെ രക്തഓട്ടം നിലച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം. ഇവിടെ വരുമ്പോൾ അല്ല, ഒരു അർദ്ധബോധാവസ്ഥയിലാണ് ഇവിടെ എത്തുന്നത്. റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. മറ്റ് വൈറ്റൽസ്, BP-യും പൾസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാലിലേക്കുള്ള പൾസ് ആയിരുന്നു ഇല്ലാതിരുന്നത്. ഹസ്ബൻഡ് മരിച്ച കാര്യം രോഗിക്ക് അറിയത്തില്ല. പക്ഷേ രോഗിയുടെ ബന്ധുക്കൾ പോകുന്ന വഴിക്ക് അറിഞ്ഞിട്ടുണ്ട്, അവരോട് പറഞ്ഞിട്ടില്ല. ഏതായാലും ഡോക്ടർ പറഞ്ഞ ഒരു രാജേരി ഹോസ്പിറ്റലിൽ വളരെ കെയർ ചെയ്ത ഒരു ടീം ഓഫ് ഡോക്ടർ, ഞാനിപ്പോൾ ഡോക്ടർ സണ്ണിയായിട്ട് സംസാരിച്ചു, മറ്റ് അപ്പോൾ ആ ടീം ഓഫ് ഡോക്ടർമാർ അത് നോക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആകെയുള്ളൊരു ആശങ്ക, പ്രയാസപ്പെടുത്തുന്നത് ഇടത് കാലിലെ ഈ അപകടമാണ്. അത് മാക്സിമം ഡോക്ടർ പറഞ്ഞു കൊടുത്തു അതിൻ്റെ ഓപ്പറേഷൻ മറ്റുള്ള കാര്യങ്ങൾ നടത്തി ആ രക്തയോട്ടം എങ്ങനെ സുഗമമാക്കാൻ സാധിക്കുമെന്നാണ് നോക്കുന്നത്. അത് സുഗമമായി കഴിഞ്ഞാൽ നമുക്ക് വലിയ അപകടത്തിലേക്ക് പോകാത്തൊരു സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ ചില അതിപ്പോൾ ഞാനും അവരുടെ ഈ വന്ന സഹോദരിയുടെ
ബ്രദർ സന്ദീപ് അവിടെയുണ്ട്. സന്ദീപായിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഞാനും ഡോക്ടറും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇതുവരെയുള്ള കാര്യങ്ങളും ഇനി നമുക്ക് അപകടം വരാവുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ അവരെ തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും പ്രയാസം ഉണ്ടാവും. അപ്പോൾ എന്തായാലും സന്ദീപിനും അവരെ വേറെ കസിൻസ് 2 പേരുണ്ട്, 2 സഹോദരിമാരുണ്ട് വേറെ. അവർ 2 പേർക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ അത് വ്യക്തമായി തന്നെ അതിൻ്റെ തുടങ്ങി Z വരെയുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും രാജഗിരി ഹോസ്പിറ്റൽ നമുക്കറിയാമല്ലോ, മാക്സിമം അതിനുള്ള ശ്രമം ടീം ഓഫ് ഡോക്ടേഴ്സ്. പിന്നെ വന്ന സമയം പറഞ്ഞ ഡോക്ടർ കറക്റ്റാണ്. കാരണം ഇന്നലെ രാത്രി 9:00 സംഭവിച്ചിട്ട് രാവിലെ 5 അവരവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരണമല്ലോ. ആ സമയത്തിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് ഈ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയല്ല. അപ്പോൾ അതൊക്കെ കിഡ്നി ലിവറൊക്കെ ബാധിക്കുന്ന ഒരു സാഹചര്യം. ഏതായാലും ഏറ്റവും സുഖമായി തന്നെ അത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഡോക്ടർമാർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. അതാണ് ടീം ഓഫ് ഡോക്ടർ നോക്കുന്നത്. എത്രയും വേഗം ഇതാകട്ടെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ബന്ധുക്കളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കാം, അതിനുള്ള കുഴപ്പമില്ല. പിന്നെ അവിടുന്ന് കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ ആളുകൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതിനോട് വന്ന് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ വന്ന് നോക്കിയതും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ പുറകെ തന്നെ ഉണ്ട്. അവർക്ക് നമ്പറും കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനും ഡോക്ടറൊപ്പം തന്നെ ഞങ്ങളൊക്കെ ഉണ്ടാവും. എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.